90 സ്റ്റോപ്പേജിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റാലിയൻ പരിശീലകനെ സൈൻ ചെയ്യാൻ പോവാണെന്ന്. ചർച്ചകൾ വളരെയധികം പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്നുണ്ട്. വരുന്ന ആഴ്ചകളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകനെ സൈൻ ചെയ്തേക്കും എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. മറ്റേ സാധനം ഇറക്കാം. പ്രതിരോധത്തിന് പേര് കേട്ട അസൂറികളുടെ പാളയത്തിൽ നിന്നും തന്ത്രങ്ങളുടെ താളിയോലപ്പെട്ടുകളും ചുമലിൽ വഹിച്ചുകൊണ്ടൊരു പ്രതിരോധത്തിന്റെ കരുത്തുള്ള കാവൽക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണിയറയിൽ തന്ത്രങ്ങൾ ആരാധകർക്ക് വേണ്ടി താരങ്ങളുടെ തലയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ബ്രഹ്മാസ്ത്രങ്ങളുമായി വരുന്നു എന്നൊക്കെ തള്ളി മെഴുകി മറിക്കാം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും വരുന്നത് നമ്മുടെ ഗോകുലത്തിന്റെ പഴയ കോച്ചായിട്ടുള്ള വിസൻസെ ആൽബർട്ടോ അനീസി അല്ലെങ്കിൽ ഇൻസായി അങ്ങനെ ഞാൻ പറയുന്നില്ല. ചിലപ്പം കാർലോ ആൻസലോട്ടി എങ്ങനെ വന്നാലോ. ഇത് ഞാൻ വില കുറച്ച് പറയുന്നൊന്നുമല്ല. ഞാനൊരു ട്രോൾ സെൻസിലങ്ങ് പറഞ്ഞാൽ ഇപ്പം മറ്റേ ഉണ്ടല്ലോ, അഭിക് ചാറ്റർജി അത്യാവശ്യം ബോധമുള്ള മനുഷ്യനാണെന്നാണ് വിശ്വസിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പരിശീലകനെ തന്നെ കൊണ്ടുവരട്ടെ. ഇറ്റാലിയൻ ആയതുകൊണ്ട് നമ്മൾ ഡിഫൻസ് സോളിഡ് ആവും എന്നൊക്കെ വിശ്വസിക്കാം. കാരണം ഇറ്റാലിയൻ കോച്ചസ്, ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് എപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിയുള്ളതാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഏതോ ഒരു ഇറ്റാലിയൻ പരിശീലകനുമായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് 90 സ്റ്റോപ്പേജ് അവകാശപ്പെടുന്നത്. നടന്ന് മിക്കവാറും ഗോകുലത്തിന്റെ പഴയ കോച്ചായിരിക്കും, എനിക്കറിയില്ല. വലുതായിട്ട് തള്ളാൻ നിൽക്കേണ്ട ആളടക്കി നോർത്ത് ഈസ്റ്റിന്റെ കോച്ചായിട്ടുണ്ടായിരുന്നു. മോശമല്ലാത്തൊരു കോച്ചൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരട്ടെ. ഇറ്റലിയിൽ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ.